കർഷക സമരത്തിനിടെ കർഷകൻ ശുഭ്കരൻ കൊല്ലപ്പെട്ടതിൽ രാജ്യവ്യാപകമായ പ്രതിഷേധമുയരുകയാണ്. കർഷക സംഘടനകൾ ഇന്ന് കരിദിനം ആചരിക്കും. ശുഭ്കരൺ സിംഗിൻ്റെ ബന്ധുക്കളും ഉടൻ സമരമുഖത്തേക്ക് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ശുഭ്കരൺ കർഷക സമരത്തിൻ്റെ രക്തസാക്ഷി എന്നാണ് ബന്ധു ബൂട്ടാ സിംഗ് 24 പറഞ്ഞത്. आपका डिमांड क्या है? वो इन्वेस्टिगेशन के लिए आपका डिमांड क्या है? डिमांड है ਜਿਹੜਾ डिमांड ਬਹੁਤ ਹੋਇਆ ਹੈ। डिमांड ਦੇ ਵਿੱਚ ਇਹ ਆ ਵੀ ਦੇਖੋ, ਜੇ ਇਹ ਫਾਜ਼ਿਲਕਾ ਵਾਲੇ ਜਾਂ ਪਾਕਿਸਤਾਨ ਵਾਲੇ ਬਾਰਡਰ ਤੇ ਨਹੀਂ ਮਰਿਆ, ਪੰਜਾਬ ਦੇ ਵਿੱਚ ਉੱਥੇ ਸ਼ਹੀਦੀ ਇਹਨੇ ਨਹੀਂ ਦਿੱਤੀ, ਤਾਂ ਇਹਨੇ ਇੱਧਰ ਹਰਿਆਣਾ ਵਾਲੇ ਬਾਰਡਰ ਤੇ ਸ਼ਹੀਦੀ ਦਿੱਤੀ ਆ। ਮਰਿਆ ਲੋਕਾਂ ਲਈ, ਆਪਦੇ ਕੋਈ ਇਕੱਲੇ 2-2.5 ਕਿੱਲਿਆਂ ਵਾਸਤੇ ਨਹੀਂ ਗਿਆ। ਲੋਕਾਂ ਦਾ ਸ਼ਹੀਦ, ਇਹਨੂੰ ਖੇਤੀ ਸ਼ਹੀਦ ਐਲਾਨ ਕਰਿਆ ਜਾਵੇ। ਇਹ ਸਾਡੇ ਬਣਿਓ, ਮੇਰੇ ਕਣੀਓ, ਉਹਦੇ ਤਾਇਆ ਜੀ ਹੁਣ ਜਿਹੜਾ ਤੇ ਪਰਿਵਾਰ ਕਣੀਓ ਮੰਗ ਹੈ ਇਹ ਵੀ ਸਾਡੇ ਇਸ ਨੌਜਵਾਨ ਨੂੰ ਖੇਤੀ ਸ਼ਹੀਦ ਐਲਾਨ ਕੇ ਜੋ ਸਾਡੇ ਵੀਰ ਬਾਰਡਰ ਵਾਲੇ ਸ਼ਹੀਦ ਦੇ ਬਰਾਬਰ ਇਹਨੂੰ ਖਿਤਾਬ ਦਿੱਤਾ ਜਾਵੇ. പഞ്ചാബിലെ കനൌരിയിൽ പ്രതിഷേധത്തിനിടെ യുവ കർഷകൻ കൊല്ലപ്പെട്ടത് ഹരിയാന പോലീസിന്റെ വെടിയേറ്റാണെന്ന് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. പോലീസ് നടപടിക്കിടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് നീങ്ങുമ്പോഴാണ് ശുഭ്കരൺ സിംഗിന് വെടിയേറ്റതെന്ന് ദൃക്സാക്ഷി കുൽദീപ് സിംഗ് 24 പറഞ്ഞു. കർഷക സമരത്തിനിടെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് നടപടിയിൽ ഒരു കർഷകൻ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. വലിയ പ്രതിഷേധം ഇതിൽ ഉയരുന്നു. ഇപ്പോൾ 24-നൊപ്പം ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷി കുൽദീപ് സിംഗ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നു. ഭയ്യ, आपका नाम क्या है? आप कहाँ से आ रहे? ਕੁਲਦੀਪ ਸਿੰਘ ਜੀ, ਪਿੰਡ ਸਾਡਾ ਬੱਲੋ ਆ ਜੀ। ਹਾਂਜੀ, ਅਸੀਂ ਸਾਰੇ ਮੁੰਡੇ ਗਏ ਸੀਗੇ ਜੀ ਅੱਗੇ। ਉਹ ਜਦੋਂ ਉਹਨਾਂ ਨੇ ਅਥਰੂ ਗੈਸ ਦੇ ਗੋਲੇ ਛੱਡੇ ਜੀ, ਤਾਂ ਆਪਦੇ ਬਚਾਅ ਖਾਤਰ ਜੀ ਉਹਦੇ ਵਿੱਚ ਉਹ ਪਰੇ ਕਣਕਾਂ 'ਚ ਚਲੇ ਗਏ ਜੀ। ਉੱਥੋਂ ਉਹ ਆਪਦਾ ਵੀ ਮੰਨ ਲਓ ਵੀ ਸਾਹ ਨਹੀਂ ਸੀ ਆ ਰਿਹਾ ਉਹ ਧੂਏ ਦੇ ਵਿੱਚ ਜੀ। क्या हो गया वो खनौरी बॉर्डर में? क्या कैसे हो गया वो? ਖਨੌਰੀ ਬਾਰਡਰ में ਜੀ ਆਪਦੇ ਬਚਾਅ ਖਾਤਰ ਗਏ ਸੀਗੇ ਜੀ, ਉੱਧਰ ਕਣਕਾਂ 'ਚ ਚਲੇ ਗਏ ਸੀਗੇ ਜੀ। ਤੇ ਉੱਥੇ ਜੀ ਉਹਦੇ ਮੁੰਡੇ ਦੇ ਜੀ ਗੋਲੀ ਮਾਰੀ ਗਈ, ਬੁਲਟ ਮਾਰੀ ਗਈ ਜੀ, ਉਹਦੇ ਸਿਰ 'ਚ ਲੱਗੀ ਜੀ ਮੁੰਡੇ ਦੇ। ਉੱਥੋਂ ਉਸ ਮੁੰਡੇ ਦੇ ਨਾਲ ਇੱਕ ਮੁੰਡਾ ਹੋਰ ਸੀਗਾ ਜੀ ਸਾਡੇ ਪਿੰਡ ਦਾ ਹੀ, ਤੇ ਉਸ ਨੂੰ ਇੱਕ ਮੁੰਡੇ ਪਿੰਡ ਦੇ ਨਾਲ ਦਾ ਸੀਗਾ, ਉਹ ਚੁੱਕ ਕੇ ਉਹਨਾਂ ਨੂੰ ਚੁੱਕ ਕੇ ਸਾਡੇ ਕੋਲ ਦੀ ਲੈ ਕੇ ਲੰਘ ਗਏ। ਤੇ ਸਾਨੂੰ ਨਹੀਂ ਸੀ ਪਤਾ ਵੀ ਸਾਡਾ ਸੁਭਦੀ ਪਈ ਇਹ गोली मतलब वो रबर बुलेट ने और बुलेट ने क्या है? ਬੁਲਟ ਲੱਗੀ, ਬੁਲਟ। ਹਾਂਜੀ ਹਾਂਜੀ। ਤੇ ਉੱਥੋਂ ਲੈ ਕੇ ਜੀ ਉਹ ਐਂਬੂਲੈਂਸ 'ਚ ਲੈ ਕੇ ਜੀ ਉਹ ਮੁੰਡਾ ਸਾਡੇ ਪਿੰਡ ਦਾ ਇੱਥੇ ਆ ਗਿਆ ਜੀ। ਮੈਨੂੰ ਬਾਅਦ 'ਚ ਪਤਾ ਲੱਗਿਆ ਵੀ ਸਾਡੇ ਹੀ ਮੁੰਡਾ ਸਾਡੇ ਨਾਲ ਦਾ ਜੀ। ਫਿਰ ਅਸੀਂ ਤੋਂ ਬਾਅਦ ਜੀ ਇੱਥੇ ਪਹੁੰਚੇ। ਸਾਡੇ ਪਹੁੰਚਣ ਤੋਂ ਪਹਿਲਾਂ ਸਾਡੇ ਪਿੰਡ ਦੇ ਬਹੁਤਾਰ ਬੰਦੇ പਹੁੰਚ ചുക്കെ ਸੀ. എന്തായാലും പ്രധാനപ്പെട്ടൊരു വിവരം തന്നെയാണ് കുൽദീപ് സിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയത്. കാരണം ഹരിയാന പോലീസ് അതായത് പഞ്ചാബിലുള്ള കർഷകർക്ക് നേരെയാണ് ഹരിയാന പോലീസിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ നടപടി ഉണ്ടായത്. ഈ സംഭവം കണ്ട ദൃക്സാക്ഷിയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24. ഇപ്പോൾ കർഷകർ തമ്പടിച്ചിരിക്കുന്നത് അതിർത്തി പ്രദേശമായ ശംഭുവിലാണ്. അവിടെ നിന്ന് നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. നിതിൻ അംബുജൻ, ഗുഡ് മോർണിംഗ്. ശംഭു അതിർത്തിയിൽ ഡൽഹിയിലേക്ക് നീങ്ങാനുള്ള ഒരുക്കങ്ങളിലാണോ നമ്മുടെ കർഷകർ? പറയൂ. ഗുഡ് മോർണിംഗ്. ശംഭു അതിർത്തിയിലും അതോടൊപ്പം തന്നെ കനൌരി അതിർത്തിയിലും കർഷകർ ഇന്നും തമ്പടിച്ചിരിക്കുകയാണ്. നാളെ ഡൽഹി ചലോ മാർച്ച് പുനരാരംഭിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും ഇന്ന് കരിദിനം ആചരിക്കുകയാണ് കർഷകർ. കഴിഞ്ഞ ദിവസമാണ് കനൌരിയിൽ ഞങ്ങൾ ചെന്നത്. കനൌരിയിൽ കണ്ട കാഴ്ച വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. പോലീസ് നടപടി എന്ന് പറയുന്നത് ഹരിയാനയിലുള്ള പോലീസ് പഞ്ചാബിലേക്ക് കടന്നു കയറി അതിനുശേഷം വ്യാപകമായി തന്നെ വാഹനങ്ങൾ അടിച്ചു തകർത്തു. അതോടൊപ്പം തന്നെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും പിന്നീട് വെടിവെപ്പ് നടത്തിയെന്നതും അവിടുന്ന് കർഷകരെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ശംഭുവിലും അതോടൊപ്പം തന്നെ കനൌരിലും ഇപ്പോൾ സമാധാനപരമാണ് സമരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഭു അതിർത്തിയിലാണ്. ശംഭു അതിർത്തിക്ക് തൊട്ടപ്പുറമുള്ള ഹരിയാന, അവിടെ വെച്ചാണ് കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ നടപടി ഉണ്ടായത്. അതിനുശേഷം പിന്നീട് കർഷകർ ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. പക്ഷേ നാളെ ഡൽഹി ചലോ മാർച്ച് പുനരാരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശംഭുവിലും കനൌരിലും വീണ്ടും സംഘർഷമാകും സാഹചര്യം. ഇന്ന് രാജ്യവ്യാപകമായി തന്നെ കർഷകന്റെ മരണത്തിൽ കരിദിനം ആചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മാസം 27-ന് ട്രാക്ടർ മാർച്ച്, ദേശീയ തലത്തിൽ തന്നെ ട്രാക്ടർ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ അടുത്ത മാസം 14-ന് ഡൽഹിയിലെ മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. രാംലീല മൈതാനത്താണ് മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കുക. അങ്ങനെ വ്യാപകമായ നിലയിൽ തന്നെ പ്രതിഷേധം ഉയരുകയാണ്. കേന്ദ്ര സർക്കാരുമായി ഒരു ചർച്ചയ്ക്ക് നിലവിൽ സഹകരിക്കേണ്ടതില്ല എന്നതിന്റെ നിലപാട് ആവർത്തിക്കുന്നു. അതേസമയം തന്നെ പോലീസിന്റെ ഈ നടപടി മാത്രമല്ല, കർഷകരുടെ വാഹനങ്ങൾ അടിച്ചു തകർന്നു, ട്രാക്ടറുകൾ പൂർണ്ണമായും നശിപ്പിക്കുന്നു, കർഷകർ നേരെ വെടിവെയ്പ് അതടക്കമുള്ള വിഷയങ്ങളടക്കമാണ് ഇപ്പോൾ പ്രതിഷേധവുമായി കർഷകർ രംഗത്തുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടും സഹകരിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ശക്തമായി തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കർഷക സംഘടനകൾ നൽകുന്നത്.
മാത്രമല്ല ഇന്ന് ശുഭ്കരന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും. കൂടാതെ പഞ്ചാബ് സർക്കാരും ഇതിൽ കൃത്യമായ മറുപടി പറയണമെന്നൊരാവശ്യമാണ് കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. പഞ്ചാബിലേക്ക് എങ്ങനെ ഹരിയാന പോലീസ് കടന്നു കയറി ഇത്തരമൊരു അതിക്രമം നടത്തി, അതിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യവും പഞ്ചാബിലുള്ള കർഷകരെല്ലാം തന്നെ ഉന്നയിക്കുന്നു. അത്തരത്തിൽ വ്യാപകമായ നിലയിൽ തന്നെ പ്രതിഷേധം രൂപപ്പെട്ടിട്ടുണ്ട്. BJP നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ട്രാക്ടർ മാർച്ചും സംഘടിപ്പിക്കാൻ സംയുക്ത കിസാൻ മോർച്ച ഔദ്യോഗികവും തീരുമാനിച്ചു. അങ്ങനെ കർഷക സമരം വീണ്ടും കൂടുതൽ ശക്തമാകുന്നു. ഇന്നിപ്പോൾ ശംഭുവിലും അതോടൊപ്പം തന്നെ കനൌരിയിലും ഇപ്പോൾ സമാധാനപരമായി തന്നെയാണ് കർഷകർ സമരം നടത്തുന്നത്. SKN. ഓക്കെ, നിതിൻ അംബുജനാണ് ശംഭു അതിർത്തിയിൽ നമുക്കൊപ്പം ചേർന്നത്.